നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്റെ പേരെന്താ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാ. പത്മ. പേരൊക്കെ നല്ലതാ. ഈ സ്വഭാവം കൂടി നന്നായിരുന്നെങ്കിലേ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ആ, ഇയാള് എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ തന്നെ ആദ്യമായിട്ടാ കാണുന്നേ. താൻ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഏത് കല്യാണത്തിന്? ഞാനുമായിട്ടുള്ള വിവാഹത്തിന്. അല്ല, സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ഈ വേഷം കിട്ടുന്നേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരുത്തനായതുകൊണ്ട് എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടാനൊക്കെ ആൾക്കാരുണ്ട്. അത് മാത്രം നോക്കിയിട്ടാണല്ലേ താനും ഇറങ്ങി പുറപ്പെട്ടത്? തനിക്ക് എന്താ വട്ടുണ്ടോ? ഇന്നെന്താ ഗുളിക കഴിക്കാൻ മറന്നുപോയോ? തന്നെ പുലരാളെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എങ്കിൽ പിന്നെ എന്റെ അമ്മാവനെ എന്തിനാ വിളിച്ചത്? എന്തിനാ ഇവിടെ വന്ന് കാത്തിരുന്നത്? ഞാൻ തന്നെ കാത്തിരുന്നോ? എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. അത് പറഞ്ഞാല് തന്നെ വിളിച്ച ആളുണ്ടല്ലോ, എന്റെ അമ്മാവൻ. അദ്ദേഹം അത് കേൾക്കത്തൊന്നുമില്ല. പകരം താൻ അദ്ദേഹത്തെ വിളിച്ച് പറയണം, എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വിവാഹത്തിന് സമ്മതമല്ലാന്ന്. ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിയതിന്റെ കൂലിയായിട്ട് തിരിച്ചു പോകാനുള്ള ടാക്സി ഫെയർ, പിന്നെ നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിൽ അതും എല്ലാം ഇതിനകത്തുണ്ട്. ഓ, താൻ ഭയങ്കരനാണല്ലോ. ഇങ്ങനെ സ്ഥിരമായി പെൺകുട്ടികൾക്ക് കാശ് കൊടുക്കാറുണ്ടോ? നിന്നെ പോലെ ചിലർക്ക്, എന്റെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നവർക്ക്. താൻ കൊള്ളാവുന്നൊരു കാശുകാരനാണെന്ന് മനസ്സിലായി. ഓ, പക്ഷെ ഈ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ. നീ ഏത് തരക്കാരിയാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ അമ്മാവനെ വിളിക്കാനും പാടില്ല, ഈ ആലോചന പ്രൊസീഡ് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? ഇയാളിത് എന്തൊക്കെയാ പറയുന്നേ? എടോ, തന്നെ പോലൊരു കോന്തന്റെ ആലോചന തേടി വന്ന പോലും അതിന് ഞാൻ എസ് പറയില്ല. ഇങ്ങനെ വെട്ടുപോത്ത് പോലെ പെരുമാറുന്ന തന്നെ ആരിഷ്ടപ്പെടാനോടോ? ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. തനിക്കെന്നെ ഇത്രയൊക്കെ പറയാം, പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞ എന്താടോ? എനിക്കെന്താ തിരിച്ചു പറഞ്ഞൂടെ? താൻ എന്താ വിചാരിച്ചേ? പണ്ടത്തെ പോലെ തന്നെ പെൺകുട്ടികള് വാ മൂടിക്കെട്ടിവെച്ച് നടക്കണമെന്നോ? താൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും അറിയാം. സംസാരിച്ചോ, നന്നായിട്ട് സംസാരിച്ചോ. എന്തായാലും ഇവിടെ വെച്ച് മുൻകൂട്ടി കണ്ടത് നന്നായി. നീ എങ്ങാനും വന്ന് എന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. അതിന് താൻ പേടിക്കണ്ട, തന്റെ തലയിൽ ആരും കുടുങ്ങില്ല. താൻ ഈ ജന്മം മുഴുവൻ മാട്രിമോണിയിൽ കയറി നടക്കുകയുള്ളൂ. താനൊന്ന് പോയേ. ഞാൻ പോവാ. തന്റെ പേരെന്താ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടാ. പത്മ. പേരൊക്കെ നല്ലതാ. ഈ സ്വഭാവം കൂടി നന്നായിരുന്നെങ്കിലേ കുറച്ചുകൂടി നന്നായിരുന്നേനെ. പോട്ടെ. പുറകീന്ന് വിളിക്കല്ലേ.
എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഒരു കാഴ്ച കൂടി കാണാനുള്ള താല്പര്യവുമില്ല. ഞാൻ പോവാ. ഗുഡ് ബൈ. ശരിക്കും വട്ട് തന്നെ അയാൾക്ക് ആയിരിക്കും. ആഹാ കണ്ടോടാ? ആ കണ്ടു. ആ എങ്ങനെയുണ്ട്? നല്ല കുട്ടിയാ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഹോ ഈശ്വര, അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ എന്തൊക്കെയാ സംസാരിച്ചേ? അതൊക്കെ അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? ഓ അല്ല, ആ കുട്ടീനെ വിളിക്കുവോ? ഇല്ല, ഒരിക്കലും വിളിക്കില്ല. അതെന്താ? അതിന് വേണ്ടതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൾക്ക് കുറച്ച് കാശ് കൊടുത്തു. അതവള് സ്വീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇനി ഞാൻ നടക്കുന്ന വഴിയിലൂടെ അവൾ ഉണ്ടാവില്ല, അതുറപ്പാ. നീ ഇതെന്ത് ഭാവിച്ചാടാ? എടാ, നിന്റെ കാര്യം ഓർത്ത് ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് ഞാനാണെന്നുള്ള കുറ്റബോധത്തിലാ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുന്നത്. അതറിയോ നിനക്ക്? അതൊക്കെ മാറ്റാൻ വേണ്ടിട്ടാ നിന്നോട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറയണത്. എന്നിട്ട് അല്ല, കിട്ടുന്ന ശമ്പളത്തിന്റെ പാതി മുഴുവനും ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുകയാണല്ലോ നീ. അതിന്റെ കാരണം ആരാ? നീ അല്ല, അമ്മാവൻ. ഞാനോ? അമ്മാവൻ ഈ പണി നിർത്തിയാലേ എനിക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റും. നിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മോനെ, നീ ഇനി ആരെയും കാണാൻ പോകണ്ട കേട്ടാ. ഞാൻ കാണാൻ പോകും, ഉറപ്പിക്കും. നിന്നോട് കെട്ടാൻ പറയുന്നു, നീ കെട്ടുന്നു. കെട്ടും കെട്ടും. ദേ, കനത്ത വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ അവസാനം ഈ വയസ്സാം കാലത്ത് അമ്മാവൻ കെട്ടും. പബ്ലിക് ആണെന്ന് ഞാൻ നോക്കി കുറച്ച് അടി അടിച്ചെന്നാണല്ലോ ഞാൻ. എന്നാ പിന്നെ ഇങ്ങ് താ. അമ്മാവന്റെ ഒരു അടി കൊണ്ടത് ഓർമ്മയെ പോലും ഇല്ല. എന്റെ അമ്മാവ അവിടെ വന്നിരിക്കുന്ന പെൺകൊച്ചൊരു നല്ല സുന്ദരി കൊച്ചാ. എന്നെ പോലൊരു രണ്ടാം കെട്ടുകാരനെ ഒന്നും അതിന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അതിന് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.